ഉൾവനങ്ങൾ സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഭീകരന്മാർ വനത്തിനുള്ളിൽ ഒളിത്താവളമായി ഭൂഗർഭ ബങ്കറുകൾ പണിതതായി വിവരം. ആദ്യമൊക്കെ വീടുകളും മറ്റു വനപ്രദേശങ്ങളുമാണ് ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറി വരികയാണ്. ഒട്ടും സുരക്ഷിതമല്ല എന്നതും ആയതിനാൽ തന്നെ ബങ്കറുകൾ സ്ഥാപിച്ച് അതിനുള്ളിൽ അഭയം പ്രാപിക്കുകയാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ സൈന്യമാകട്ടെ ഇതിനോടകം തന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീകരരെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. കാലാകാലങ്ങളായി തന്നെ വലിയ രീതിയിലുള്ള മാവോയിസ്റ്റുകളാകട്ടെ നക്സൽ ഭീകരന്മാരാകട്ടെ ഇവർ വനത്തിൽ ഉള്ളിൽ തന്നെ അത് ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സുരക്ഷിത താവളങ്ങൾ കണ്ടെത്തിയിരുന്ന ആ ഒരു സ്ഥിതി ഇപ്പോൾ മാറി വരുന്നു. ഇപ്പോൾ ബങ്കറുകളാണ് ഇവർ കൂടുതലായും സുരക്ഷിതമാണ് എന്നത് വിലയിരുത്തുന്നത്. ആയതിനാൽ തന്നെ ആഴത്തിൽ ഇത്തരത്തിൽ ഉള്ള ഉൾവനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അതിലേക്കാണ് ഇപ്പോൾ അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഇവയെ നിഷ്പ്രയാസം കണ്ടെത്തി ഇല്ലാതാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും സൈന്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരർ പുതിയ ഒളിത്താവളമായിട്ടാണ് ഈ ഭൂഗർഭ ബങ്കറുകളെ ആശ്രയിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻപ് പ്രദേശത്തെ വീടുകളാണ് ഭീകരർ അഭയം പ്രാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തി ഇടതൂർന്ന വനങ്ങളിലും ഉയർന്ന നിരകളിലുമൊക്കെ തന്നെ ബങ്കറുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനകത്താണ് ഭീകരർ ഒളിച്ചു കഴിയുന്നതെന്നാണ് സൈന്യം പറയുന്നത്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭീകരരെ നേരിടാനുള്ള തന്ത്രങ്ങൾ നടപ്പിലാക്കി വരികയാണ് എന്നും സൈന്യം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച കുൽഗ്രാം ജില്ലയിൽ ഏറ്റുമുട്ടൽ നടന്ന് 2 ഭീകരർ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ തന്നെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഭീകര പ്രവർത്തനത്തിനായി തന്നെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു വരുന്നതായി ഭീകരർ പുതിയ തന്ത്രങ്ങൾ മെനയുന്നതായി വ്യക്തമാകുന്നത്. ഓപ്പറേഷനിടെ തന്നെ ഭക്ഷ്യസാധനങ്ങൾ, ചെറിയ ഗ്യാസ് സ്റ്റൗകൾ, പ്രഷർ കുക്കറുകൾ, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവയടങ്ങിയ ഒരു രഹസ്യ കടങ്ങ്, അതായത് രഹസ്യ ഒരു അറ സുരക്ഷാ സേന കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ മുൻപത്തെ പോലെ തന്നെ പ്രാദേശിക പിന്തുണ ലഭിക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലഭ്യത വരാത്തതിനാൽ തന്നെയാണ് ഭീകരർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് സൈന്യത്തിനും മറ്റു സുരക്ഷാ സേനകൾക്കും പുതിയ വെല്ലുവിളി ഉയർത്തുകയാണ്. മുൻപ് ഭീകരർ വീടുകൾക്കുള്ളിൽ തന്നെ അഭയം പ്രാപിച്ചിരുന്നപ്പോൾ രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾക്ക് പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഇപ്പോൾ ഈ വിവര ലഭ്യതയുടെ അഭാവം പ്രധാന പ്രശ്നമായി തന്നെ വ്യക്തമാക്കുന്നതായി സൈന്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ കുൽഗ്രാം, ഷോപ്പിയാൽ ജില്ലകളിലും ജമ്മു മേഖലയിലെ പീർ പഞ്ചലിന് തെക്കു ഭാഗത്തും ഒക്കെ തന്നെ ഈ തരത്തിൽ ബങ്കറുകൾ വ്യാപകമായിട്ടുണ്ട് എന്നാണ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. ഇവിടങ്ങളിലെ ഇടതൂർന്ന വനങ്ങൾ ഭീകരർക്ക് ഒളിച്ചു കഴിയാൻ അനുയോജ്യമായ ഒരു മറ നൽകുന്നുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ചില ഒളിത്താവളങ്ങൾ കണ്ടെത്തിയെങ്കിൽ പോലും അവിടെ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. പുതിയ വെല്ലുവിളികളെ നേരിടാൻ സൈന്യം തന്ത്രങ്ങൾ മെനഞ്ഞു വരികയാണ് എന്നും ഇവിടെ സൈന്യം വ്യക്തമാക്കുന്നു. ഒരു ഭീകരാക്രമണം നടത്തിയ ശേഷം തന്നെ വേഗം ഈ ഒളിത്താവളങ്ങളിലേക്ക് പിൻവാങ്ങുകയാണ് ഭീകരർ ചെയ്യുക. ദിവസങ്ങളോളം തന്നെ അവിടെ കഴിയാനുള്ള സംവിധാനങ്ങൾ ആദ്യമേ ഒരുക്കി വെച്ചിട്ടുണ്ടാകുമെന്നും പറയുന്നു. തുടർന്ന് അതിർത്തിക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് നിർദ്ദേശം കിട്ടാനുള്ള മുറയ്ക്ക് തന്നെ വീണ്ടും ആക്രമണം നടത്തുന്നു. അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ളവരുമായി തന്നെ ആശയവിനിമയം നടത്തുവാനും അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനും ഇവരുടെ പക്കൽ സംവിധാനങ്ങളുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. AI സംവിധാനവും സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വെല്ലുവിളികളെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് സുരക്ഷാ സേന ഇപ്പോൾ ഉള്ളത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ, അതുപോലെ അത് ഘടിപ്പിച്ച ഡ്രോണുകളും സീസ്മിക് സെൻറ്ററുകളും ഒക്കെ തന്നെ വിന്യസിപ്പിക്കാൻ സേന ശ്രമിക്കുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ വനമേഖലയിലെ രഹസ്യാന്വേഷണ സംവിധാനം മെച്ചപ്പെടുത്തുവാനും പദ്ധതി ഇടുന്നതായി വിലയിരുത്തൽ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.